പോളിംഗ് കുറവിലും ആത്മവിശ്വാസം കുറയ്ക്കാതെ പാലക്കാട്ടെ മുന്നണികൾ LDF അനുഭാവ വോട്ടുകളും ലഭിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അവകാശവാദം. 50,000 വോട്ടുകൾ ലഭിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും പറഞ്ഞു. UDF പോക്കറ്റുകളിൽ കൃത്യമായ പോളിംഗ് നടന്നെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. സന്ദീപ് വാര്യരുടെ വരവും ഗുണം ചെയ്തു. UDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞുവെന്നത് തെറ്റായ പ്രചാരണമെന്ന് ഷാഫി പറമ്പിൽ MP. പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് ഒരാൾ പോകുന്നെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്നും ഷാഫി പറമ്പിൽ. 3 തെരഞ്ഞെടുപ്പിൽ UDF ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. പാലക്കാട് ഒരു MLA ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം ഞങ്ങൾക്ക് ആർക്കുമില്ല. ഇടതുവോട്ടുകൾ പൂർണ്ണമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പിക്കുന്നു ഡോക്ടർ പി സരിൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുത്തിട്ടുണ്ടോ എന്ന് 23-ന് അറിയാമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. 2500-ലധികം വരുന്ന വ്യാജ വോട്ട് നിയമപരമായി CPM തടഞ്ഞുവെന്നും EN സുരേഷ് ബാബു. CPM പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് 23-ന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാവും. നിയമപരമായി തടയാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വ്യാജ വോട്ട് പൂർണ്ണമായും അവർക്ക് പോൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത്തവണ 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. നഗരസഭയിൽ പോളിംഗ് ഉയർന്നത് BJPക്ക് ഗുണം ചെയ്യും. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം UDFന് തിരിച്ചടിയാണെന്നും C കൃഷ്ണകുമാർ. 5000-ൽ കൂടുതൽ, കാരണം ഒരു 5%-ോളം ടോട്ടൽ പോളിംഗ് കുറഞ്ഞിട്ടുള്ള 5000-ലധികം വോട്ടുകൾക്ക് ജയിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രസ്ഥാനത്തിനെതിരായിട്ട് സന്ദീപ് തിരിഞ്ഞതോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ മാറി. UDFന് തീർച്ചയായിട്ടും തിരിച്ചടിയാകും. UDF ക്യാമ്പുകൾ എന്ന് പറയുന്നത് ഇത് അവസാന കാലത്ത് ഞങ്ങളുടെ തലയിൽ വെച്ച് എന്നൊരു വയ്യാവേലിയായി പോയി എന്നാണ് അവർ പറയുന്നത്. പോളിംഗ് കഴിഞ്ഞ് സ്ഥാനാർത്ഥികൾ വിശ്രമത്തിലേക്ക് കടന്നെങ്കിലും നേതൃത്വത്തിന് വിശ്രമമില്ല. ബൂത്ത് കണക്കുകൾ ഒത്തുനോക്കി ജയസാധ്യതകൾ പരിശോധിക്കുന്ന തിരക്കിലാണവർ. 24 പാലക്കാട്.